ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകമാണ് പുരോഹിതർ അഥവാ വൈദികർ. മാമോദിസായിലൂടെ ക്രിസ്ത്യാനിയാകുന്നത് മുതൽ മരണസമയത്തെ അവസാന പ്രാർത്ഥന വരെ ഒരു കത്തോലിക്കന്റെ ജീവിതം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഭയിലെ 7 കൂദാശകളിൽ ഒന്നാണ് തിരുപ്പട്ടം. എന്നാൽ മറ്റ് 6 കൂദാശകൾക്കും പുരോഹിതർ വേണമല്ലോ. ഇത് തന്നെയാണ് പൗരോഹിത്യമെന്ന കൂദാശയുടെ മഹത്വവും പ്രാധാന്യവും. അൾത്താരപാലനായ കാലം മുതൽ മനസ്സിൽ താലോലിച്ചു വളർത്തിയ പൗരോഹിത്യമെന്ന അമൂല്യമായ അനുഗ്രഹത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട സജി പിണർക്കയിൽ അച്ഛന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സജി ചാച്ചന് രജത ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ഈ അവസരത്തിൽ സജി അച്ഛൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 1973 ജൂലൈ മാസം 23-ാം തീയതി ഒരു തിങ്കളാഴ്ച ദിവസം പിണർക്കയിൽ കുര്യൻ മേരി ദമ്പതികളുടെ 6 മക്കളിൽ ഇളയ മകനായി മാലക്കലിൽ ജനനം. 7ാം ക്ലാസ് വരെയുള്ള പഠനം മാലക്കൽ സെന്റ് മേരീസ് സ്കൂളിൽ പൂർത്തീകരിച്ചു. 1989 രാജപുരം ഹോളി ഫാമിലി സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തനിക്ക് കിട്ടിയ ദൈവവിളി ഉൾക്കൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ കോട്ടയം SH മൗണ്ട് സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നു. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നിന്നും ഫിലോസഫി പഠനം പൂർത്തിയാക്കി. അതിനോടൊപ്പം തന്നെ കോട്ടയം CMS കോളേജിൽ നിന്നും BA പഠനവും പൂർത്തീകരിച്ചു. കണ്ണൂർ ബെറുമറിയം പാസ്റ്ററൽ സെന്ററിൽ 1 വർഷത്തെ റീജൻസി പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂർ ധർമ്മരാം കോളേജിൽ നിന്നും തിയോളജി പഠനം പൂർത്തീകരിച്ചു. തുടർന്ന് 1998 ഡിസംബർ മാസം 26-ാം തീയതി തിരുപ്പട്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ലോകം മുഴുവൻ തന്റെ സുവിശേഷം എത്തിക്കുക എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം സഭയിൽ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെയാണ്. 1999 ഡിസംബർ മാസം 27-ാം തീയതി കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൽ നിന്നും മാലക്കൽ ഇടവകയിൽ നിന്നുള്ള ആദ്യ രൂപതാ വൈദികനായി വൈദിക പട്ടം സ്വീകരിച്ചു. ജനുവരി 6-ാം തീയതി തന്റെ മാതൃദേവാലയമായ മാലക്കല്ലെ ലൂർദ്മാത ദേവാലയത്തിൽ വെച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. ജനുവരി 15-ാം തീയതി മടമ്പം ലൂർദ്മാത ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പുതുപ്പറമ്പിൽ അച്ഛന് കീഴിൽ അസിസ്റ്റന്റ് വികാരിയായി ചാർജ് എടുത്ത് ദൈവം തന്നിൽ ബലമേൽപ്പിച്ച വൈദിക ജീവിതം ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ മകുടാലയം, കാനംവയൽ, മഞ്ഞക്കാട്, പെരിങ്ങാല, പന്നിയാൽ, കാപ്പിസെറ്റ്, പയസ് നഗർ, തേറ്റമല, കണ്ണങ്കര എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തു. 2010-11 വർഷങ്ങളിൽ തൂവാനിസ ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തിന് അവസരം നൽകി. 2011 ഏപ്രിലിൽ ആത്മീയ സേവനത്തിനായി ദൈവം അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയച്ചു. അമേരിക്കയിലെ ചിക്കാഗോ, ഹൂസ്റ്റൺ, സാൻ ജോസ് എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തു. നിലവിൽ മിയാമി സെന്റ് ജൂഡ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. തിരക്കിട്ട തന്റെ വൈദിക ജീവിതത്തിനിടയിലും അക്കാഡമിക് പരമായും കലാപരമായും ദൈവം തനിക്ക് നൽകിയ മറ്റ് കഴിവുകൾ വിപുലപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു.
ഈ കാലയളവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA ബിരുദവും പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhil പഠനവും പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിലവിൽ അമേരിക്കയിലെ വാൾഡൻ യൂണിവേഴ്സിറ്റിയിൽ ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി എന്ന വിഷയത്തിൽ PhD പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയവിചാരങ്ങൾ, കരുണാമൃതം, പാദമുദ്ര എന്നീ പുസ്തകങ്ങൾ രചിക്കുവാനും ശാലോം TVയിൽ പ്രഭാഷണങ്ങൾ നടത്തുവാനും അനേകം ധ്യാനങ്ങൾക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുവാനും നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതി സംഗീതം നൽകി ചിട്ടപ്പെടുത്തുവാനും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. മറ്റുള്ളവരെ പോലെ തങ്ങൾക്കും ലഭിക്കുമായിരുന്ന ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളും ആഘോഷങ്ങളും വെടിഞ്ഞ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയേക്കാൾ ദൈവത്തിനും സഭയ്ക്കും പ്രാധാന്യം നൽകി യേശുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ പുരോഹിതനും നിത്യപുരോഹിതനായ യേശുവിൻ്റെ തുടർച്ചയാണ്. സജി അച്ഛനെ പൗരോഹിത്യ പദവിയിലേക്ക് തെരഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തിനും ഒരു മകനെ സമർപ്പിത ജീവിതത്തിലേക്ക് കരുതലോടെ സ്നേഹത്തോടെ ഒരുക്കിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പ്രാർത്ഥനയോടെ കൂടെ നിന്ന ഇടവക ജനങ്ങൾക്കും പൗരോഹിത്യ ജീവിതത്തിന്റെ പടവുകൾ കയറാൻ ആത്മധൈര്യവും ശക്തിയും പകർന്നു നൽകിയ ആത്മീയ ഗുരുക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോടും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയോടും സജിയച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദികർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. തനിക്ക് ലഭിച്ച ദൈവവിളി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി പൂർത്തിയാക്കുവാൻ, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ തന്റെ നീലയങ്കിക്കുള്ളിൽ സജിയച്ചനെ സംരക്ഷിക്കട്ടെ. ഒരിക്കൽ കൂടി രജത ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു.